നല്ല തേനൂറുന്ന പാൽ കേക്ക്, നല്ല മധുരമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ പലഹാരം കണ്ടാൽ ആരുടെ വായിലും വെള്ളം വരും. ഇത്രയ്ക്ക് രസമാണ് കേട്ടോ. ഇനി ഇത് കണ്ടിട്ട് കൊതി തോന്നി ആർക്കെങ്കിലും ഉണ്ടാക്കാൻ തോന്നിയാലും വളരെ എളുപ്പമാണ്. അപ്പോൾ എങ്ങനെ ഈ പാൽ കേക്ക് തയ്യാറാക്കാൻ നോക്കാം. 1 കപ്പ് പാൽപ്പൊടി, 1.5 കപ്പ് മൈദ, 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ, കുറച്ച് ഏലക്കാപ്പൊടി, 2-3 സ്പൂൺ നെയ്യ്, കുറച്ചുപ്പ്. ഇനി ഈ ഒരു മിക്സിലേക്ക് നല്ല ചൂടുപാല്, കൈ പൊള്ളാത്ത തരത്തിലുള്ള ചൂടിലുള്ള പാലൊഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ചൂടുപാലൊഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പരുവത്തിലേക്ക് കുഴച്ചെടുക്കുക. ഇനി ഇതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നീട് ഇത് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തി നല്ല സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചെടുക്കണം. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഭംഗിയിൽ മുറിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ പീസസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇനി ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ പാൽപ്പൊടിയും പാലും ഒക്കെ ആയതുകൊണ്ട് തന്നെ സംഭവം പെട്ടെന്ന് റെഡിയാവും. അതുകൊണ്ട് കരിഞ്ഞു പോകാനും ചാൻസ് കൂടുതലാണ്. പെട്ടെന്ന് പൊരിച്ച് കോരിയെടുത്ത് മാറ്റി വെക്കണം. ഇനി ഈ പാൽ കേക്ക് നല്ല മധുരമുള്ളതായിട്ട് മാറ്റാനായിട്ട് ഷുഗർ സിറപ്പിലിട്ട് വെക്കണം. അതിനായി 1 കപ്പ് പഞ്ചസാര വെള്ളത്തിലിട്ട് കൂടെ കുറച്ച് കുങ്കുമപ്പൂവ് ഇട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഇനി നമ്മളുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ പാൽ കേക്കുകളിലേക്ക് നമുക്ക് ഈ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ലെമൺ പീൽ, അതായത് നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചൂടാറിയാൽ ഓരോ പാൽ കേക്ക് എടുത്ത് കഴിക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചാൽ സ്വർഗം. ഞാനിത് ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ വെറുതെ പൊക്കി പറയാന്ന് ആരും കരുതണ്ട കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. ഉണ്ടാക്കിയോ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. സൂപ്പർ. ഞാൻ വിചാരിച്ചാലും അടിപൊളി. ഓക്കെ.